വിമർശനങ്ങളും അപവാദങ്ങളും പറഞ്ഞുകൊണ്ട് നടന്ന അതേ അബൂ ലഹബിന്റെ ഭാര്യയായിരുന്ന ഉമ്മു ജമീല എന്നൊരു പെണ്ണുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആന്റെ അധ്യാപനമാണ്. വിശുദ്ധ ഖുർആന്റെ അധ്യാപനമാണ്. തഫ്സീറുകളിൽ കാണാൻ കഴിയും, മക്കയുടെ ഒരു ഭാഗത്തു നിന്നും മറുഭാഗത്ത് വരെയും അല്ലാഹുവിന്റെ റസൂലിനെതിരെയും മുസ്ലിമീങ്ങൾക്കെതിരെയും എല്ലാ അവതരണങ്ങളും പറഞ്ഞുണ്ടാക്കാനും മുസ്ലിമീങ്ങളെ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുവാൻ അബൂ ലഹബിന്റെ ഭാര്യയായ ഉമ്മു ജമീല എന്നൊരു വൃത്തികെട്ട പെണ്ണുണ്ടായിരുന്നുവെങ്കിൽ അതേപോലെ ഇന്നും കുറെ നീർക്കോലികൾ രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ്. മുസ്ലിമീങ്ങളെ പറ്റി ഇല്ലാത്തത് പറയാൻ, ഇസ്ലാമിനെ എന്നും താറടിച്ച് കാട്ടിക്കാൻ പരസ്യമായി ഇസ്ലാമിന്റേതായ പണ്ഡിതന്മാരും മതപ്രഭാഷണ വേദികളിലും നയപ്രഖ്യാപന സദസ്സുകളിലും മുസ്ലിമിനും ഇസ്ലാമിനും വേണ്ടി ശബ്ദിക്കുമ്പോൾ അതെല്ലാം തീവ്രവാദമെന്നും ഭീകരവാദമെന്നും മതമൗലികവാദമെന്നും പറഞ്ഞു കുറ്റപ്പെടുത്തുന്ന ഈ രാജ്യം ഭരിക്കുന്ന നേതാക്കന്മാർ ഇന്നുപോലും അതിനു നേരെ ഒന്ന് കണ്ണു തുറക്കുവാനോ ഒരര മണിക്കൂർ അവൾക്കെതിരെ ഒന്ന് കേസെടുത്തുകൊണ്ട് പിടിച്ചു നിർത്താനോ കഴിയാത്ത രീതിയിൽ ഈ രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ, ഈ സംസ്ഥാനത്തിന്റെ നാനാഭാഗങ്ങളിൽ ഹിന്ദു മുസ്ലിം സഹോദരങ്ങൾ ഐക്യത്തോടുകൂടി മാനവ സൗഹാർദ്ദം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന പ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്നിട്ട് പറയുന്നു, ഹിന്ദു ഒന്ന് ഉണർന്നാ പിന്നൊരു പൊടി പോലും ഉണ്ടാവൂല കാണാനെന്നല്ലേ. ഹിന്ദു ഒന്ന് ഉണർന്നാ പിന്നൊരു പൊടി പോലും ഉണ്ടാവൂല കാണാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറയുന്ന ടീമൊക്കെ ഇപ്പോഴും ഉറക്കത്തില്ല.